വെൽക്കം ടു സാൻസാരം. ഇറ്റ്സ് എപ്പിസോഡ് നമ്പർ 1. മൈസെൽഫ് ഹാരിം മസർ. നമ്മുടെ കൂടെ ഉള്ളത് അഹമ്മദ് ഷാൻ, ആദിൽ റംല അക്ബർ ആൻഡ് മുഹമ്മദ് സിയാർ. ബേസിക്കലി എന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിക്ക് എങ്ങനെ വന്നു, കൊച്ചി ലൈഫ് എവിടെ തുടങ്ങി എന്നുള്ള ഒരു സാധനത്തേക്കാണ്. കൊച്ചി ലൈഫ് നമ്മുടെ ലൈഫിനെ എങ്ങനെ എഫക്ട് ചെയ്തു, എങ്ങനെ ചേഞ്ച് ചെയ്തു, അതൊക്കെ നമുക്ക് പറയാനുള്ളത്. +2 കഴിഞ്ഞ് 24 വയസ്സിൽ ജോലി സെറ്റ് ആകാൻ പറഞ്ഞിട്ട് നേരെ കോഴിക്കോട് പോയ ടീമാണ് ഞങ്ങൾ 3 ആൾക്കാർ. വേറെ തൽക്കാലം അത് പോഡ്കാസ്റ്റിലില്ലവര്. അങ്ങനെ അവിടെ പോയി ഒന്നാവാണ്ട് ഒരുത്തം മാത്രമായി, ബാക്കിയുള്ളത് നേരെ കൊച്ചിക്ക് വന്നതാണ് ഞങ്ങളുടെ ഇനീഷ്യൽ കഥ. ഞങ്ങളെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് 3 പേര് നമ്മളാണ് ഇവിടെ കൊച്ചിന്റെ കൾട്ട് ഉണ്ടാക്കിയത്. പിന്നെ എങ്ങനെ ലൈഫ് വരുന്നത് ഞങ്ങൾ വന്നിട്ടാണ്. ഇല്ല, രണ്ടും ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കഥകളുണ്ട് പറയാൻ. ഞാൻ കൊച്ചിക്ക് വരുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം, അങ്ങനെയല്ല നാട്ടിൽ തന്നെ പഠിക്കാൻ വയ്യ. +1 ഒരുമിച്ച് എക്സാം അപ്പൊ ഞാൻ ഞങ്ങൾ ഹോസ്റ്റ് ആദ്യം പറഞ്ഞ അങ്ങനെയാണെങ്കിൽ അപ്പൊ നിങ്ങളുള്ള കൊച്ചി ഫസ്റ്റ് വന്നത്, പിന്നെയാണ് ഞാൻ കൊച്ചിയിൽ വന്നത്. അപ്പോൾ കോഴിക്കോടിലുണ്ടായ ഒരു ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ അവിടെ കുറച്ച് മാസം വീട്ടിലായിരുന്നു, കുറച്ച് എക്സാം പൊട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ലൈഫ് കാണുമ്പോൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്തിരിക്കുക. അതിന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കൂടെ അതെനിക്ക് ഇവിടെ തുറന്നു പറയുന്ന ഇൻസ്റ്റാഗ്രാം ലൈഫ് അപ്പൊ ഇനി ഇനീഷ്യൽ ചോദ്യങ്ങളൊന്നും അതല്ല, ഞങ്ങളുടെ എത്തണുള്ളൂ. ഫസ്റ്റ് കൊച്ചി വന്ന് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു മെന്റാലിറ്റി അല്ല എന്തായിരിക്കും ഇനി ഉണ്ടാവും. കാരണം കോഴിക്കോട് പോയി ഇറങ്ങുമ്പോൾ ഞാനും അൻഫാസ് റസൽ മാത്രമല്ല, ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് നമ്മളെന്നുള്ള ചിന്ത മാത്രമായിട്ടാണ് ഇറങ്ങണത് അവിടെ. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷകളായിട്ടാണ് ഇറങ്ങണത്, അതോ പുതിയ ആൾക്കാരെ സ്വപ്നം കണ്ട് ലൈഫായിരുന്നു. ഞാൻ 8-9 പഠിക്കുമ്പോ പുറത്തു പോയി പഠിക്കണം, അങ്ങനെ ലൈഫ് ഫ്രണ്ട്സ് കൊച്ചി ലൈഫ് എല്ലാവർക്കും കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിരുന്നു. എനിക്ക് കോളേജിലോട്ടാണല്ലോ നമ്മള് പോകുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ കോളേജിനായിരുന്നു. ഞാനുണ്ട്, ഇവനുണ്ട്, ഷിറാസ് ഉണ്ട്. അപ്പൊ എനിക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ കോളേജ് എങ്ങനെ ഉണ്ടാവും. കൊച്ചിനെ കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചില്ല. കൂടുതൽ കോളേജിനെ ഫോക്കസ് ചെയ്ത് കോളേജ് എങ്ങനെ ഉണ്ടാവും, ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടാവും, ക്ലാസ് എങ്ങനെ ഉണ്ടാവും, അതൊക്കെയായിരുന്നു എനിക്ക് കൂടുതൽ. പക്ഷെ എനിക്ക് എന്റെ ആഫ്റ്റർ 3 years എന്ന് പറയുന്നത് കോളേജ് ലൈഫിനായിട്ട് എനിക്ക് ബെസ്റ്റ് ആയിട്ട് എന്റെ എപ്പോഴും മെമ്മറി ഉള്ളത് കൊച്ചി ലൈഫാണ്. കോളേജ് സൈഡിലുണ്ട് എന്നാലും എന്ത് കഴിഞ്ഞാൽ 2 വെയിറ്റേജ് ആണല്ലോ, ഒരു പോസിറ്റീവ് നെഗറ്റീവ്. ഇപ്പൊ നമ്മളിപ്പോ പോസിറ്റീവ് സൈഡ് ആണ് ഈ കൊച്ചിനെ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ, നെഗറ്റീവ് സൈഡിൽ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്, പട്ടിണി കിടക്കാൻ കഞ്ഞി വെക്കാൻ പഠിച്ചു, കഞ്ഞി വെച്ച് ജീവിക്കാൻ പഠിച്ചു. കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗ്യാസ് അതെ. പക്ഷെ എവിടെ പോയി ഇട്ടാലും ജീവിക്കും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. പക്ഷെ ഇതൊന്നല്ല നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഈ ബാക്കി കാണുന്ന സിനിമ പോസ്റ്ററിലുള്ള പോലെ പോസ്റ്ററുകൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനീഷ്യലായിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ സാൻഡ് പേപ്പർ അഡ്വർടൈസ്മെന്റ് തുടങ്ങണം. അതിൽ കുറെ തത്രപ്പാടുകളും കുറെ പേരെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇതെല്ലാം കണ്ടോ അത് കട്ട് ചെയ്ത് തുടങ്ങി. ഇല്ല, പോട്ടെ, അത് പോയിക്കോട്ടെ, കട്ടാക്കാം. അടുത്ത അപ്പൊ സ്ട്രഗിൾസിന്റെ കാര്യം പറഞ്ഞപ്പോ ഇതൊക്കെ ലൈക്ക് ഇപ്പൊ ഈ സാൻഡ് പേപ്പറിൽ നമ്മുടെ ഈ ലൈഫിൽ വന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു നമ്മളിപ്പോ ഒരു 4 years ആയി. നമ്മൾ വന്നിട്ട് കൊച്ചി വന്നിട്ട് എത്ര ഇപ്പോ 4 years അല്ലെ? വന്ന മുതൽ വന്നിട്ട് അത്ര ടൈമിൽ ഉണ്ടാക്കിയതാണ് ഇതുവരെയുള്ള ഒരു സംഭവം എങ്കിലും പറയാം. കാരണം അത്രയും ഇത്ര കാലം നമ്മൾ നിന്നേനാണ് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പ്ലാനിങ് നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാ. അതെ, നമ്മളന്ന് ഈ പ്രമുഖ കാർത്തിക് സൂര്യ അവരെ കണ്ടിട്ടൊക്കെ നമ്മൾ തുടങ്ങി. നമ്മള് പണ്ട് ക്യാമറ നമ്മൾ സംസാരിക്കുന്ന വീഡിയോ നമ്മളെ വേറെ രീതിയിൽ കൂടെ അന്ന് കൊറോണ സമയത്ത് നമ്മളെല്ലാരും കൂടെ ലൈവ് പോയിരുന്നു. ആ ലൈവില് നമ്മള് കയറി വരുന്നു. നമ്മുടെ ആൾക്കാര് ഇപ്പൊ പക്ഷെ ഒരു 20 വ്യൂസ് ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ആ കാലത്ത് ആ സമയത്ത് നല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ സംസാരിച്ചത് മെൻഡു ക്രൈ എന്ന സബ്ജക്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മെൻഡു ക്രൈയില് ഇപ്പൊ നമ്മുടെ സഹോദരനായ അഫ്താബ് എന്ന് പറഞ്ഞ കമന്റ് ചെയ്തിട്ടുണ്ട്. മെൻഡു ക്രൈ ആൾക്കറിയാം. വലിയൊരു ടോപ്പിക്കാണ്, അതിലെടുത്ത് നമ്മുടെ ഈ പരിപാടി എന്നും ഉണ്ട്. പക്ഷെ ഇന്നാണ് അതിന്റെ ഒരു പ്രവർത്തിക്കായി വരുന്നുള്ളൂ. ഇതൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്.
ലേറ്റ് അല്ല തുടങ്ങിയാലോ. പക്ഷെ പറയുമ്പോ ലേറ്റ് ആണ്, 2 മാസം കഴിഞ്ഞ് എല്ലാവരും പോവാറുള്ളൂ. അത് ഇല്ല ഇത് ഒച്ച പിടിച്ച് 2 മാസം പോകുന്നത് നമ്മളെ സ്റ്റാർട്ടിങ് വേണ്ടി, ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫോർമേഷൻ വേണ്ടിയിട്ടുള്ള പക്ഷെ സംഭവം. എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് നമ്മളിത് കഴിഞ്ഞാൽ ഇതിവിടെ അത് പ്രശ്നം എനിക്ക്. ഇല്ല ഞാൻ കാണുന്ന വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചൊരു വരവ് ഉണ്ടാവില്ല. പോവാണെങ്കിലും പോകണം, കാരണം ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ഇവിടെ തന്നെ അല്ല, ഓരോരുത്തരും ഓരോ എക്സ്പോഷർ ഉണ്ടാക്കണം. കാരണം ഈ 30 വയസ്സിലുണ്ടാക്കിയ എക്സ്പോഷർ എനിക്ക് പിന്നെ ജീവിക്കാൻ പോണ ഒരു സംഭവം. നമ്മൾ പറഞ്ഞാലിപ്പോ ഇപ്പൊ 22 വയസ്സായി. 22 വയസ്സിൽ 18 മുതൽ ഈ 4 വർഷം, ഈ 4 വർഷത്തിൽ നമ്മളടുത്ത് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ ഏറ്റവും പീക്ക് മൊമെന്റ്സ് ഉണ്ടായിട്ട്, ഏറ്റവും ഡൗൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. റിലേഷൻഷിപ്പ് വൈസ് എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് കൂടെ നിന്നിട്ടുള്ള പിള്ളേർ തന്നെയാണ് എല്ലായിടത്തും. ഏത് അപ്പ് ആൻഡ് ഡൗൺസിലായാലും പിള്ളേരാണ് കൂടെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ അത് ഇമോഷണലി അല്ല സന്തോഷത്തിലായാലും അല്ല ഒരിക്കലും ഒരു റിഗ്രറ്റ് ഇല്ല. കൊച്ചി വന്നിട്ട് എനിക്ക് എന്റെ ലൈഫ് ബാക്കിലോട്ട് ആലോചിക്കുമ്പോ ഒരിക്കലും ഒരു ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല, എനിക്ക് മെമ്മറീസ് ഇല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ടിയില്ല. എന്റെ ലൈഫിൽ അത്രയും ബെസ്റ്റ് മെമ്മറീസ് ഉണ്ട്, അത്രയും നല്ല ആൾക്കാരുണ്ട്. അതെ എല്ലാം ഉണ്ട്, ബാലൻസ് ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ഒരു കംഫോർട്ട് സോൺ ഉണ്ട്. ആ കംഫോർട്ട് സോൺ പൊട്ടിക്കാൻ നല്ല സമയമായിട്ടുണ്ട്. പിന്നെ അത് കംഫോർട്ട് സോൺ ഇല്ലാണ്ട് അതിന്റെ മെയിൻ ഉദാഹരണം ഈ റൂം തന്നെ. 4 വർഷം ഈ കംഫോർട്ട് സോണിൽ നമ്മൾ നിൽക്കുന്നത്. 4 വർഷം ബാക്കി പിന്നീക്ക് നോക്കുമ്പോ നമ്മൾ എത്ര കൊല്ലായി ഫോമായിട്ട്. എടാ ഞാനും 1ാം ക്ലാസ് മുതല് ഉള്ളതാ. ഞാനും 3ാം ക്ലാസ്. കംഫോർട്ട് സോൺ എന്നല്ല, ഞാൻ കംഫോർട്ട് സോൺ പൊട്ടിക്കണം. പക്ഷെ ബേസിക്കലി അത് സാധനമല്ല. കംഫോർട്ട് സോൺ നമ്മൾ ഈ സ്പേസിലാണ് നമുക്ക് എന്തും പറയാം, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരും ഒരുപോലെ കണ്ടിട്ട് ഞാൻ വേറെ സർക്കിളിൽ പോയിട്ട് ഞാൻ എൻ്റെ ഇമോഷൻസ് പറഞ്ഞപ്പോൾ അതവിടെ അവർക്ക് അതിനെ ഒത്തുപോകാൻ പറ്റാത്ത കുറെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാതും ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഇതൊരു ടീം ബിൽഡിംഗ് എന്നാണ് ഒരു കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ലൈക്ക് ആ കംഫർട്ട് സോൺ അവിടെ ഉണ്ടാവും. നമുക്ക് ബാക്കിയുള്ളടത്ത് എല്ലായിടത്തും പോയിട്ട് നമ്മൾ നിൽക്കാൻ പഠിച്ചാൽ മതി. ബാക്കിയുള്ള ആ കംഫർട്ട് സോൺ നമുക്ക് എവിടെ പോയാലും എവിടെ വന്നാലും തിരിച്ചു വന്നിട്ട് നമുക്ക് ഇവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് കൊട്ടാനുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ഇതൊന്നും അത് സാധനം അവിടെ ഉണ്ടാവും. ആ ബാക്കിയെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര എല്ലാ ആൾക്കാരും എല്ലായിടത്തും പോയി നിൽക്കാൻ പഠിച്ചിട്ട് എൻ്റെ മൈൻഡിൽ തോന്നുന്നത് അത്യാവശ്യം എല്ലാം ഹാൻഡിൽ ചെയ്യാനും അത്യാവശ്യം വെച്ചിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മൾ. കംഫർട്ട് സോൺ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു പ്ലസ് പോയിന്റ് മാത്രം. ബാക്കിയുള്ള ചെക്കന്മാരെ വെച്ച് നോക്കും, ബാക്കിയുള്ള ടീംസ് വെച്ച് നോക്കും, നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് ഈ കംഫർട്ട് സോൺ പറഞ്ഞത്. നമുക്ക് വരാൻ പോകുന്ന ഒരു ടഫസ്റ്റ് ടൈം എന്താ അറിയുമോ, നമുക്ക് നമ്മളെല്ലാരും ഒരുമിച്ച് നിന്നുള്ളത്. ആര് പുതിയ ആൾക്കാരായിട്ട് ഞാനിപ്പോ ഓഫീസിൽ ഞാൻ കേട്ടിപ്പോ 1 വർഷമായല്ലോ. ഈ വർഷത്തില് ഞാൻ ഒരു ദിവസം നമ്മുടെ ഓഫീസിൽ കൊളീഗിന്റെ റൂമിലേക്ക് പോയിട്ടായിരുന്നു. കാരണം എന്തോ ഒരു മൈക്ക് ഒന്നും എടുക്കാൻ വേണ്ടി പോയതാ, റൂമിൽ ഹോസ്റ്റലിലേക്ക് പോയതാ. അപ്പൊ ഹോസ്റ്റലിലേക്ക് കയറുമ്പോ തന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സ്മെല്ലും കാര്യങ്ങളും. കാരണം ഇവിടെ ഞാൻ പറഞ്ഞത് അടിപൊളി അത് എനിക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം. ഇവൻ വർക്കിംഗ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പൊ നമുക്ക് കയറുമ്പോ ഒരു ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസ് ആയി കയറുമ്പോ അതും മറ്റേ പെട്ടി എടുക്കണമല്ലോ, ഇടയ്ക്ക് ചിലപ്പോൾ ഒരാഴ്ച മാറി മാറി പോകും. അത് നമ്മളെ ഒരു പോയിന്റിലേക്ക് വരുമ്പോ നമ്മളത് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക, അതിനനുസരിച്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മളെ ഫർസി നിക്കണത് രഞ്ജിത് ഡി സുസറപ്പ ഏതാ ആള് പോണ എപ്പഴാ വരുന്ന എപ്പഴാ മനസ്സിലായ ആ ഒരു ഇതിൽ അവന് അത് ബ്രേക്ക് ചെയ്ത് നമ്മളെ പോലെ ഉണ്ടായിരുന്നു. അവൻ അവിടെ ചെന്ന് ബ്രേക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് നിൽക്കുന്നത്. അവന് കുറെ ഫസ്റ്റ് ഒക്കെ അവന് കുറെ ഹാർഡ് ആയിരുന്നു. ഞങ്ങൾ കോഴിക്കോട് ഭയങ്കര ഹാർഡായിരുന്നു. ഞങ്ങൾക്കൊരു മാസം പിന്നെ ട്രാക്കിൽ കയറി ഓക്കെ അധികം ആൾക്കാർ പള്ളി നിന്നിട്ടുള്ള ആളാണ്. പള്ളി അങ്ങനെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ട പറയാറുണ്ട്. ഇതിന്റെ ഒക്കെ അവസാനം വി വാസ് ലിവിങ്. ഹാപ്പിനെസ് കണ്ടുപിടിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പഠിച്ചിട്ടുണ്ട്. അത് ഈ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ നമുക്കിപ്പോ എന്തൊരു പ്രശ്നമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലുണ്ടല്ലോ ഈ പോയിന്റിലേക്ക് വരുമ്പോ ചിലപ്പോ നമുക്കത് നമ്മളത് പറയ പോലില്ല, കാരണം മറന്നു പോകും. കാരണം ഇപ്പൊ ഈ ഒരു സർക്കിൾ വന്നിരുന്നു കഴിഞ്ഞാൽ
അതെല്ലാം മറന്ന് മറന്നിട്ടുണ്ടാവും. ചിരിക്കാൻ തുടങ്ങും. ചിലപ്പോ ഈ റൂമിന്റെ ഇവിടെ വരെ നമ്മള് ആകെ സെറ്റ് ആയിട്ടൊന്നുമില്ല. ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി കളിച്ചിരിക്കണ അതിലേക്ക് വേണ്ടി ജോയിൻ ആവാന്നുള്ളൂ. നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയും, അതല്ലാണ്ട് നമ്മൾ എല്ലാവരും ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പറയും. പിന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ എല്ലാവരും ലോസ്റ്റ് ടൈമും കണ്ടിട്ടുണ്ട്. എല്ലാരും കണ്ടിട്ട് ഇല്ല അയ്യൊന്നല്ല ഇപ്പോഴും നമ്മള് ലോന്നാണ് ലോന വന്നിരിക്കണത്. ചോറ് വെച്ചിട്ടില്ല 11:15 ആയിട്ടുള്ളൂ. പറയാനാണ് ഒരുപാട് കഥകളുണ്ട് അല്ലെ. ഇത് ശരിക്കും ഒരു തുടക്കം മാത്രമാണ്. ഇതിന് നിങ്ങൾക്ക് ഞങ്ങൾ ഇനി അടുത്ത എപ്പിസോഡിലായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സാൻഡ് പേപ്പറിന്റെ ബിൽഡിങ്, സാൻഡ് പേപ്പർ പ്രൊഡക്ഷൻസിന്റെ ബിൽഡിങ്, ഞങ്ങളുടെ ഹാർഡ് ടൈംസ്, ഇതിലെ ഫ്യൂ പരിപാടിയൊക്കെ നമ്മൾ ചെയ്ത് കുറച്ചാണ്. അതിനെ പറ്റി ഇവിടെ ഇരിക്കണ ഈ 4 ആള് മാത്രല്ല, ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആള് വരെ മെയിൻ ആളാണ്. അതെ ഞങ്ങളെ ആക്ട്രസ് പോഡ്കാസ്റ്റ് ഡയറക്ടർ. ഇതുപോലല്ല, ഇത് മാത്രല്ല, ഇതുപോലെ കൊറേ പേരുണ്ട്. കൊറേ പേരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. കൊറേ പേര് എടുത്തു പറയേണ്ട കൊറേ പേരുണ്ട്. രാഹുൽ ഉണ്ട്, ആശി ഉണ്ട്, റസലുണ്ട്, പിന്നെ സിയാഫ് ഉണ്ട്, സിറാസ് മാൾട്ട, ദുബൈ, എല്ലാരും കൊറേ പേരുണ്ട്. ഈ പേര് പറയാത്ത കൊറേ പേരുണ്ട്. നമ്മയുടെ കാര്യം നമ്മുടെ ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് അഭിനയിച്ച നാളാണ് നമ്മി. നമ്മളൊന്നും അറിയാണ്ട് നമ്മളെ ഫ്രീ സ്വന്തം എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. മനസ്സിലായോ? എല്ലാവർക്കും ഒരേപോലെ ഗ്രോത്ത് ഉണ്ടാവണം തന്നെയാണ്. പക്ഷെ അത് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പേഴ്സണലി കുറെ സ്ട്രഗിൾ ഉണ്ട് ജീവിതത്തിന്റെ. അതൊക്കെ ലൈഫിന്റെ ഭാഗം. എന്താ നമുക്ക് എന്താ പറയണ എന്തെങ്കിലും ഈ വന്ന സർക്കിളിൽ ജോയിൻ ചെയ്ത് ആസ് ഞങ്ങളൊക്കെ ഒരു ഇതിന്നാണ് ഈ ഒരു അല്ല നമ്മളെ പാസ്റ്റിലേക്ക് ഒരിക്കലും ക്രോസ് ചെയ്യേണ്ടതേ അല്ല. ഞാൻ ഇവിടെ ഇവന്റെ ഒപ്പം വന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളൊന്നും അറിയേണ്ടാവില്ല. എല്ലാം നടക്കണതായിരുന്നു. എല്ലാം ഒരു നിമിത്തം. കാരണം അതില് ഞാൻ നവീനെ സമ്മതിക്കണ്ട. കാരണം അത്യാവശ്യം നമുക്ക് ആ ഒരു ഏജില് പെട്ടെന്ന് ഒരു സർക്കിളിലേക്ക് കയറി ചെന്നിട്ട് അതിൽ ഇത്ര സിങ്ക് ആവുക പറഞ്ഞല്ലോ. എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്കിപ്പോ എന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിനെ അറിയാം. ഇത്ര കംഫർട്ടബിൾ ആവില്ല. പക്ഷെ ലൈക്ക് നമ്മുടെ സർക്കിളിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ സർക്കിള് കറക്റ്റ് ലൈക്ക് നമ്മുടെ സർക്കിളിൽ ആര് കയറണം എന്ന് നമ്മള് അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മളെല്ലാരും മനസ്സുകൊണ്ട് ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഒരാൾ കേറുമ്പോ ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ എന്നൊക്കെ നമ്മള് അങ്ങോട്ട് പറയണമെന്നില്ല, നമുക്ക് മനസ്സിലാവും ആ ഒരു സാധനത്തിന്. ഏതൊരു പരിപാടി കഴിഞ്ഞാലും എന്തൊരു ഇതിന് കഴിഞ്ഞാലും നമ്മളൊരു 3-4 സംഘം ഇരുന്നിട്ട് തീരുമാനിക്കാൻ ഇപ്പൊ നമ്മി വരുമ്പോഴും നമ്മളും പറഞ്ഞില്ല നമ്മി കൊള്ള ടീമിലെടുത്തു അങ്ങനൊന്നല്ല നമ്മൾ സംസാരിച്ചിരിക്കണേ. വന്ന് നമ്മള് സെറ്റായി ആ ഒരു നമ്മളുടെ പോണ്ടെന്ന് ചെറിയ പോണ്ടെന്നല്ല. അതെ അതെ, കുറച്ചു കാലം കൊണ്ട് വലിയൊരു ഇതിന്റെ ഇടയിൽ നമ്മുടെ ഇടയിൽ വന്നുപോയ ആൾക്കാരുണ്ട്, വന്നുപോയ ആൾക്കാർ വന്നുപോയ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഒപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ഉദ്ദേശിച്ചത് ആരോടും പ്രശ്നമില്ല, എല്ലാരും സ്നേഹിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ളത്. എന്റെ പേരിൽ കുറച്ച് പ്രശ്നങ്ങൾ ആരെങ്കിലും ഉണ്ടായിട്ടുള്ള എല്ലാരും സ്നേഹിച്ചിട്ട് ഇതൊക്കെയാണപ്പം സാൻഡ് പേപ്പർ സാൻഡ് സാരത്തിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഫൺ എപ്പിസോഡ് ഇനി നമ്മള് ഉണ്ടായി ബിൽഡ് ചെയ്താവും. വി ബിൽഡ് സാൻഡ് പേപ്പർ 5 വർഷം കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുള്ള വരെ നമുക്ക് വിഷൻ ഫുള്ളി സെറ്റ് ആണ്. ഒരു പ്രൊഡക്ഷൻ ഹൗസ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ള പരിപാടി ഒക്കെ നമ്മൾ സെറ്റ് ആണ്. ഒക്കെ ഡിസ്കസിങ് ഇൻ ദ ഫ്യൂച്ചർ എപ്പിസോഡ്സ്. താങ്ക് യു ഗൈസ്, ബൈ ബൈ. ലൈവ് പോണ പോലെ